ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KSFയിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 6ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽഡായ വീഡിയോ എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 412/2024. രണ്ടാം NCA വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, അതായത് KSFE. ഉദ്യോഗ പേര് പ്യൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. KSFEയിൽ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നാണ് ഈ അപേക്ഷകൾ ക്ഷണിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശമ്പളം പറഞ്ഞിട്ടുണ്ട് 24,500 മുതൽ 42,900 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുള്ളത് 1. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് KSFEയിൽ പാർട്ട് ടൈം സ്വീപ്പർ കം സ്കാവഞ്ചർ, പാക്കർ, ഡെസ്പാച്ചർ, ഗാർഡനർ എന്നീ പോസ്റ്റുകളിൽ മിനിമം 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ 2/1/1974 1/1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് 6ാം ക്ലാസ് പാസ്സാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന തീയതിയിൽ KSFEയിൽ മിനിമം 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി വായിച്ച് നോക്കി മനസ്സിലാക്കി ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള രൂപം പറയുന്നുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഏറ്റവും അവസാനം നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോട്ടോ പുതിയ ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ സൈസ് ഉണ്ട്, സിഗ്നേച്ചർ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 4/12/2024. ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് www.keralapsc.government.in. അപ്പോൾ യോഗ്യരായ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.